തിരുവനന്തപുരം കവടിയാറിലെ ഭൂമി തട്ടിപ്പിൽ DCC അംഗം അനന്തപുരി മണികണ്ഠൻ പിടിയിലായിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്ന് ഇന്ന് പുലർച്ചെ മ്യൂസിയം പോലീസാണ് പിടികൂടിയത്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനാണ് മണികണ്ഠൻ. അശ്വിൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ ഡിയാഗോ, ഇയാൾ ഇപ്പോഴും DCC അംഗമാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആസൂത്രിതമായി നടന്ന തട്ടിപ്പുകളിൽ ഒന്നാണ് കവടിയാറിലെ ജവഹർ നഗറിൽ നടന്ന ഭൂമി തട്ടിപ്പ് എന്നുള്ളതാണ്. ഡോക്ടറായിട്ടുള്ള പ്രവാസിയായിട്ടുള്ള, അതായത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോക്ടറുടെ 10 മുറികളടങ്ങുന്ന കെട്ടിടവും അതുപോലെ തന്നെ 14 സെന്റും ഈ ഭൂമാഫിയ വ്യാജ പ്രമാണങ്ങൾ ചമച്ച് കൈക്കലാക്കുകയും മറിച്ചു വിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് കേസ്. ഈ കേസിൽ 2 പേരെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഒരു കൊല്ലം സ്വദേശി ആയിട്ടുള്ള ഒരു സ്ത്രീയും, അത് 27-കാരി മെറിൻ ജേക്കബ്, അതുപോലെ തന്നെ കരകുളം സ്വദേശി വസന്ത 76-കാരിയാണ്. ഈ 2 പേരുമാണ് ആദ്യം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്ന് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റൊരാൾക്കിതിൽ പങ്കുണ്ട്, ഗൂഢാലോചനയെല്ലാം നടത്തിയത് അയാളാണ് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നതും. അങ്ങനെയാണ് അനന്തപുരി മണികണ്ഠൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇയാൾ DCC അംഗവും അതുപോലെ തന്നെ ആധാരമെഴുത്തുകാരനുമാണ്. പല ഘട്ടങ്ങളിലായി ഇവരെ കണ്ടു പരിചയം ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ മൊഴികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇതിൽ പ്രതിയായിട്ടുള്ള വസന്ത ഈ അമേരിക്കയിൽ താമസിക്കുന്ന ഡോക്ടറുടെ രൂപസാദൃശ്യമൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇറക്കിയാണ് അമേരിക്കയിലുള്ള ഈ ഡോക്ടറാണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ സ്ഥലം ആധാരമെഴുതുന്നതും തുടർന്ന് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇയാളെ ഇന്ന് രാവിലെയോടുകൂടിയാണ് പോലീസ് പിടികൂടുന്നത്. പുലർച്ചെ ബംഗളൂരുവിൽ വെച്ചാണ് ഈ തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകനായിട്ടുള്ള മണികണ്ഠനെ മ്യൂസിയം പോലീസ് പിടികൂടുന്നത്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെയും ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. അരുൺ, ഇപ്പോൾ തിരുവനന്തപുരം DCC അംഗം കൂടിയായ അനന്തപുരി മണികണ്ഠൻ ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പേരൊക്കെ കണ്ടാൽ നല്ല ഗംഭീരമാണ്. മണി എന്താ തട്ടിപ്പാ?